السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നേതൃസ്ഥാനം ഉത്തരവാദിത്തമാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ നാടുകളിൽ ഇലക്ഷൻ കഴിഞ്ഞു. വിജയിച്ചവരും പരാജയപ്പെട്ടവരും നമുക്കിടയിലുണ്ട്. വിജയിച്ചവർ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലി ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. നേതൃത്വം എന്നുള്ളത് അലങ്കാരമല്ല, ഉത്തരവാദിത്തമാണ്. ഭരണം ഏറ്റെടുത്തവരും അവരെ സഹായിക്കുന്നവരും ഈ സമൂഹത്തിന് കൈമാറേണ്ട ഒത്തിരി പാഠങ്ങളുണ്ട്, നാം അറിഞ്ഞിരിക്കേണ്ട. ഒരു നേതാവ് നല്ലവനാകണം, നല്ല നേതാവാകണം, ഭരണാധികാരിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രവാചകർ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് മാതൃകകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മേഖലകളിലും കഴിവുറ്റ മാതൃക കാണിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ തുല്യതയില്ലാത്ത നേതൃത്വമായിരുന്നു വിശ്വവിമോചകൻ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 21-ാം സൂക്തം അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉദാത്തമായ മാർഗമുണ്ട്. ആർക്ക്? അല്ലാഹുവിനെയും അന്ത്യനാളിലെയും പ്രതീക്ഷിക്കുന്നവർക്ക്, ധാരാളം അല്ലാഹുവിനെ സ്മരിക്കുന്നവർക്ക് ഒരുപാട് മാതൃകൾ, ഉദാത്തമായ മാതൃക പ്രവാചകനിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഏത് മേഖലകളിൽ പ്രവാചകനിക്ക് നമുക്ക് മാതൃക കണ്ടെത്താൻ സാധിക്കും? ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പോലും പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ച നേതാവായിരുന്നു. നേതാവ് എന്ന നിലയിൽ പ്രവാചകനിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ: ഒന്ന്, വിശ്വസ്തത. അത് വളരെ പ്രധാനമാണ്. വിശ്വസ്തത എന്നത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വമായി കടന്നു വന്നപ്പോൾ അവർക്ക് അദ്ദേഹത്തെ നിഷേധിക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം അദ്ദേഹത്തെ മുത്തുനബിയുടെ വിശ്വസ്തതയായിരുന്നു. എന്നല്ല, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണമാണ് വിശ്വസ്തത എന്നുള്ളത്. ഇത് സത്യസന്ധതയിലൂടെ പ്രകടിപ്പിക്കാൻ നേതാക്കൾക്ക് കഴിയണം. വിശ്വസ്തത എന്നത് ഒരു പുറംമോടിയാവാതെ യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കണം. താൻ മനസ്സിലാക്കിയ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു മടിയും, സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് കൈമാറുന്നതിൽ യാതൊരു മടിയും കാണിക്കാൻ പാടില്ല. മുത്തുനബിയുടെ ജീവിതം പഠിക്കുമ്പോ മുത്തുനബി മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറയാൻ നബി തങ്ങൾ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. വിശുദ്ധ ഹദീസ് അതുപോലെ തന്നെ ഒരുപാട്. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബങ്ങളെ വിളിച്ച് ഇസ്ലാമിക പ്രബോധന ദൗത്യം ഏറ്റെടുത്ത സംഭവം ചരിത്രത്തിൽ കാണാം. സത്യം പറയുമ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. പക്ഷേ പതറാതെ താൻ മനസ്സിലാക്കിയ, താൻ ഉൾക്കൊണ്ട സത്യം മറ്റുള്ളവർക്ക് കൈമാറൽ വളരെ പ്രധാനമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. തന്റെ അനുയായികൾക്ക് ഒരുപാട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ ഒത്തുതീർക്കാൻ പുണ്യനബി അവരെ ഏൽപ്പിക്കുമായിരുന്നു ഖുറൈശികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനായിരുന്നു. അത് നമ്മുടെ കുടുംബത്തിൽ വേണം. നമ്മൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാവരും ഒരേപോലെ നീതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാനത്ത് ഫാത്തിമത്തു സരിഖത്ത്, എന്റെ മകൾ ഫാത്തിമ കട്ടാലും പകൽ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഏറ്റവും നല്ല മനുഷ്യരാണ് എന്ന്. അപ്പൊ പറഞ്ഞു, നല്ല സത്യസന്ധമായി സംസാരിക്കുന്ന ആളാണ്, ഹൃദയം ശുദ്ധമുള്ള ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധമായി സംസാരിക്കുകയും ഹൃദയവിശുദ്ധിയുള്ള ആളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തെ ഗുണം ഒരു നേതാവിനുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം വിശ്വസ്തത എന്നതാണ്, സത്യസന്ധത. രണ്ടാമത്തത് ലക്ഷ്യവും അർപ്പണബോധവും ഉണ്ടായിരിക്കണം. ലക്ഷ്യമുണ്ടാവണം, അർപ്പണബോധം ഉണ്ടാവണം. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം തീരുമാനങ്ങൾ മാറ്റുന്ന വ്യക്തിയായിരുന്നില്ല, ആവാൻ പാടില്ല. അബൂ ത്വാലിബ് ആദർശത്തിൽ സമരസപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂൻ അതാണ് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായി വിമർശകർ അദ്ദേഹത്തെ മുത്തുനബിയെ സമീപിച്ചിരുന്നു. ഒരുപാട്. പക്ഷെ അതിലൊന്നും പതറിയില്ല. നിലപാടുകളിൽ നിന്നും ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിൽ അടിമപ്പെട്ടുകൊണ്ട് നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരിക്കലും ഒരു നേതാവിന് യോജിച്ചതല്ല. മുത്തുനബി ഒരിക്കലും നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരുക്കമായിരുന്നില്ല. തന്റെ സ്ഥാനം നിലനിർത്താനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും വേണ്ടി എല്ലാവരോടും സമരസപ്പെടുക എന്നത് ഒരു നല്ല നേതാവിന് ഉണ്ടായിരിക്കേണ്ട. എല്ലാവരോടും ഒരുപോലെ പെരുമാറണം, ഓരോരുത്തർക്കനുസരിച്ച് പെരുമാറുക എന്നത് നല്ല സ്വഭാവമല്ല. സ്ഥാനം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരോടും പെരുമാറുക അത് നല്ല നേതാവിന് ചേർന്നതല്ല. സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുക. മൂന്നാമത് ഒരു നേതാവിനുണ്ടാവേണ്ടത് ആത്മവിശ്വാസം. അത് വളരെ പ്രധാനമാണ്. നേതാവിനൊരിക്കലും ഒരു തളർച്ച പിടിപെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയത്തും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ര പോകുമ്പോ ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് നടത്തിയ സംസാരങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 40-ാം സൂക്തത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് ജനിച്ച നാട്ടിൽ നിന്നും പാലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പിടികൂടാൻ വന്ന സുറാഖയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കിസ്റയുടെ വളയം താങ്കൾ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകുമെന്നാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രതീക്ഷയുള്ളവനായിരിക്കണം. പ്രതീക്ഷിക്കുന്നത് അവന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാനും ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക അത് വളരെ പ്രധാനമാണ്. എപ്പോഴും ഒരു നേതാവ് അണികൾക്ക് എളുപ്പമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തിയെ ചെയ്യാൻ പറ്റൂ. യസ്സിറു ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. സന്തോഷ വാർത്തകൾ, നല്ല നല്ല വാക്കുകൾ, അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുക. വലാ തുനഫിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. അതുപോലെ തന്നെ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുക, വെറുപ്പിക്കരുത്. വളരെ പ്രധാനമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാലാമത്തെ ഒരു നേതാവിനുണ്ടാകേണ്ട ഗുണമാണ് ഉത്തരവാദിത്ത ബോധം. തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം വോട്ട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രചരണം നടത്തുമ്പോൾ മാത്രം പാലിക്കേണ്ടതല്ല, അത് കഴിഞ്ഞാലും ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പ്രവർത്തിക്കണം. നേതൃത്വം ഉത്തരവാദിത്തമാണ്, അലങ്കാരമല്ല. റസൂൽ പറയുന്നു, കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി ഫൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയ. ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്,
എനിക്ക് എന്റേതായ ഉത്തരവാദിത്തമുണ്ട്. ഒരു പിതാവിന് മക്കളോട് ചെയ്യേണ്ട, ഒരു ഭാര്യക്ക് ഭർത്താവിനോട് ചെയ്യേണ്ട, മക്കൾക്ക് മാതാപിതാക്കളോട്, ഗുരു ശിഷ്യനോട്, ശിഷ്യൻ ഗുരുവിനോട്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റിയോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ഫല്ലിമാം, ഒരു നേതാവും അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്. അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധം. അപ്പോ നമ്മുടെ പേരും പ്രസക്തിയും മാത്രമാവരുത്, അതിന്റെ മാത്രമാവരുത്. ഇത് അമാനത്താണ്. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്, നമുക്ക് തന്നൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, ഏത് നേതാവാണെങ്കിലും, അത് പള്ളി പ്രസിഡന്റ് ആണെങ്കിലും, സെക്രട്ടറി ആണെങ്കിലും, ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, എന്താണോ നമ്മെ മറ്റുള്ളവർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ തന്റെ അണികൾക്ക് ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. അത് അമാനത്താണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആളുകളെ അറിയിക്കേണ്ട ആവശ്യം ഇവിടെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ചില കാര്യങ്ങളൊക്കെ. എന്നാലും ആത്മാർത്ഥത നഷ്ടപ്പെടുത്തരുത്, ലക്ഷ്യം അതാവരുത്. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമായ നേതാവ് അവന്റെ സേവനങ്ങളൊക്കെ സൃഷ്ടാവായ അള്ളാഹു തൃപ്തിപ്പെട്ടതാവണം. ലക്ഷ്യം അതാകരുത്, മറ്റുള്ള ഭൗതിക താല്പര്യമാകരുത്. പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്ന ചിന്തയായിരിക്കണം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഏറ്റവും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകാൻ, ദുഃഖിക്കുന്നവർക്ക് സമാധാനം നൽകാൻ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് നമുക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാനാവും. പഞ്ചായത്താണെങ്കിലും മറ്റു കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഒരു ഒപ്പുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമുക്ക് അത്താണിയാവാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നീ കാരണം ഒരാൾ സന്തോഷിക്കുക എന്നതാണ്. അഹബ്ബുൽ അമാലി ഇലല്ലാഹി ഇദ്ഖാലുസ് സുറൂരി അലാ അഖീക്കൽ മുസ്ലിം എന്ന അള്ളാഹ്ക്ക് സുഹൃത്തങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ഒരു മുസ്ലിമായ മനുഷ്യനിക്ക്, അല്ലെ മറ്റൊരു ഹദീസിൽ ഒരു മനുഷ്യർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കലാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മളും സ്ഥാനാർത്ഥികളാണ്, നമ്മളെല്ലാം സ്ഥാനാർത്ഥികളാണ്. വിജയിക്കുകയും തോൽക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള മത്സരത്തിലാണ് നാം ഉള്ളത്. എന്ന് വെച്ചാൽ ഇവിടത്തെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് യഥാർത്ഥ വിജയം നമുക്ക് വരാൻ പോകുന്നുണ്ട്. അവിടെ സുഹൃതങ്ങൾ, തഖ്വയിൽ അധിഷ്ഠിതമായ ആളുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ യഥാർത്ഥ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.